മഴയ്ക്ക് ശമനം. മഴയുടെ പശ്ചാത്തലത്തിൽ ദുബായിൽ നിന്നുമുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. ദുബായിൽ നിന്നുള്ള ഇന്റർസിറ്റി ബസ് സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഗതാഗത തടസ്സങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി വടക്കിഴക്ക് എമിറേറ്റുകളിൽ തുടങ്ങിയ മഴ പുലർച്ചെയോടെ UAE മുഴുവൻ വ്യാപിക്കുകയായിരുന്നു. ഷാർജ, റാസൽ ഖൈമ, ഉമൽഗൈൻ തുടങ്ങിയ എമിറേറ്റുകളിലെ വിവിധയിടങ്ങളിൽ പുലർച്ചെ വരെ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയാണ് പെയ്തത്. റാസൽ ഖൈമയിൽ ആലിപ്പഴ വർഷമുണ്ടായി. ഇന്ന് ഉച്ചയോടെ മഴയ്ക്ക് ശമനമുണ്ടായിരിക്കുകയാണ്. അസ്ഥിര കാലാവസ്ഥയെ തുടർന്ന് ദുബായിൽ നിന്നുമുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. ഇസ്താംബുൾ, നെയ്റോബി, കെയ്റോ, ജോർദാൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള എമിറേറ്റ്സ് എയർലൈൻസ് വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഇതോടൊപ്പം വിമാനത്താവളത്തിലേക്കുള്ള മറ്റ് സർവീസുകളും വെട്ടിക്കുറച്ചു. യാത്രക്കാർ ഓൺലൈനായി വിമാനങ്ങളുടെ സമയമാറ്റം പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം. ദുബായ് മെട്രോ ഇന്നും പ്രവർത്തന സമയം 5 മണിക്കൂർ നീട്ടി പുലർച്ചെ 5 വരെയാക്കി. വിമാനയാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്താണിത്. ദുബായിൽ നിന്നുമുള്ള ഇന്റർസിറ്റി ബസ് സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചതായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. തുടർ വിവരങ്ങൾക്ക് RTയുടെ സമൂഹ മാധ്യമ പേജുകൾ പിന്തുടരാനും അഭ്യർത്ഥിച്ചു. ചില സ്ഥലങ്ങളിൽ റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഗതാഗത തടസ്സങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മിക്കയിടത്തും വാഹന സഞ്ചാരം സാധാരണ നിലയിൽ തുടരുകയാണ്. മഴ നാളെ വൈകിട്ട് വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ജനം, ദുബായ്.